ഹായ് ഫ്രണ്ട്സ്, റെഡി ടു ഫ്ലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, നേരിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു പേരിൻ്റെ ഒരു കുഞ്ഞാണ്. കുഞ്ഞിൻ്റെ അവസ്ഥ ഉണ്ടോ? ഇതിൻ്റെ കാല്, ഒരു കാലിന് കുറച്ച് സ്വാധീന കുറവാണ്. അതായത് ഇങ്ങനെ ഈ നിങ്ങൾക്ക് അറിയായിരിക്കും, ചില കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ കാല് ഇതുപോലെ ഒരു കാലിങ്ങനെ ഒരു സൈഡിലോട്ട് നീണ്ടിങ്ങനെ ഇരിക്കുന്നു. നല്ലൊരു കുഞ്ഞാണ്. അപ്പോൾ ഈ പേരിൻ്റെയാണ് കുട്ടി. ഈ പേര് നമ്മളെ കന്യാകുമാരി സ്റ്റാലിൻ ചേട്ടൻ്റെ ഒരു പേരാണ്. അത്യാവശ്യം നല്ല റിസൾട്ടുള്ളൊരു പേരാണ്. ഇതിൻ്റെ കുട്ടിയാണ് ഇങ്ങനെ ആയിപ്പോയത്. അപ്പോൾ ഇത് വേറെ പ്രശ്നമല്ല. ഇത് നേരത്തെ ഇതിൻ്റെ കാല് വൈഡായി, അതായത് ഈ പിന്നെ ചറുകിയോ അങ്ങനെയോ വൈഡായിട്ട് ഇതിൻ്റെ തുടയില, അതായത് കാലിൻ്റെ മുകളിലുള്ള ഭാഗത്തുള്ള ബോണ് ചാടി പുറത്ത് വെളിയിൽ പോകുമ്പോൾ ഇങ്ങനെ ആവും. അപ്പോൾ നമുക്കിന്ന് ഇതിനെ ഒന്ന് മാക്സിമം, ചിലപ്പോൾ ഒരു 10 എണ്ണത്തിൽ 1-2 ഒക്കെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവും. എന്നാലും മാക്സിമം നോക്കാം. നമുക്ക് എന്തായാലും നമ്മളെ കഴിയുന്ന വിധത്തിൽ ഇതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ ഈ കാല് എങ്ങനെ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാനൊന്ന് കാണിച്ചത് ഇതിനെ കയ്യിലോട്ടെടുത്ത്. ഇതിനാണെങ്കിൽ പറക്കാനാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കണ്ടോ, പറക്കണമെന്നുള്ള ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ കാല് ഇങ്ങനെ ആയിരിക്കും. നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്യാന്ന് നോക്കാം. ഇത് നേരത്തെ ഞാൻ കണ്ടതാണ്. അപ്പൊ തീരെ കുഞ്ഞായപ്പോഴതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ഇപ്പൊ ഇത്തിപ്പൂരം ഇപ്പൊ കുറച്ചൊന്ന് ശകലം വളർന്നിട്ടുണ്ട്. പക്ഷെ ഇനി ഇതിൽ കൂടുതൽ ആയി കഴിഞ്ഞാൽ നമുക്കത് പാടാണ്. പിന്നെ ഒന്നും ചെയ്ത് ശരിയാക്കാനായിട്ട് പറ്റൂല. ഇതാണ് സംഭവം. കാല് കണ്ടോ, ഒരു കാലിരിക്കുന്ന പൊസിഷൻ കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. മറ്റേ കാലുമായിട്ട് ഒരു ഇതുമില്ല. നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. മാക്സിമം ചിലപ്പോൾ ക്ലിയർ ആയി കിട്ടും. എന്നാൽ നമ്മൾ നോക്കാണ്ട് പോയെന്ന് വേണ്ടല്ലോ, നമ്മൾ മാക്സിമം നോക്കാം. ഈ കാലിന് വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ആക്റ്റീവാണ് ഈ കാല്, ഈ ഒരു കാല്. പക്ഷെ ഇനി ഈ ഒരു കാലിൻ്റെ സപ്പോർട്ടിലാണ് നമുക്ക് ആ ഒരു കാലിനെയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാനുള്ളത്. ഈ കാല് അങ്ങോട്ടായിപ്പോയി. അതെങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ കുഞ്ഞമ്പ്രാവിൻ്റെ അവസ്ഥ. എപ്പോഴും കയ്യിലെടുത്താലും ഇവന് പറന്ന് ചാടും കഴിയുന്നു ചിലപ്പോഴൊക്കെ. അപ്പോൾ ആ ഒരു കാല് സ്വാധീനം ഇല്ലാത്തത് കൊണ്ട് ഇവൻ സപ്പോർട്ട് ചെയ്തത് മൊത്തം ഇടത് കാലാണ്. ഈ ഇടത് കാലും കൂടെ കുറച്ച് ബെൻഡല്ല, അത് പറന്ന് ഇരിക്കണം എന്നുള്ള ഒറ്റ ചിന്തയാണ്. കുഞ്ഞല്ലേ, അതിനറിയില്ല സംഭവം കാല് പ്രശ്നമാണെന്നുള്ള. നമുക്കിത് സെറ്റ് ചെയ്യാം. ആദ്യം അതിന് നമുക്ക് എന്തെന്നറിയാം ആവശ്യമുള്ള ഒരു തുണി നീളത്തിൽ കട്ട് ചെയ്ത ഒരു തുണി എടുക്കണം. അപ്പോൾ നമുക്കിത് ഇതിനാവശ്യം നമുക്ക് ഒരു തുണി കഷ്ണം. അപ്പോൾ ഈ ഒരു കാലിൻ്റെ ഇവിടെ കണ്ടോ, ഈ ബോൺ, ഇവിടത്തെ ഒരു ബോൺ
ഇത് നമ്മളിപ്പോൾ നോക്കിക്കോളേ, ഒരു വിരലുകൊണ്ട് ഈ കാല് മടക്കി ഇപ്പോൾ ചെറിയൊരു സൗണ്ട് ക്ലിക്കിനെ കേൾക്കും. ആ, ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഈ കാലിന് ഒരിക്കലും നൂലാൻ അനുവദിക്കാൻ പാടില്ല. ഒരു വിരലേറ്റി വേണ്ട. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സെറ്റിങ്സിൽ കാല് ആയിട്ടുണ്ട്. ഇവിടെ ഉള്ള ഒരു ബോണ് കറക്റ്റായിട്ട് ഇത് ചാടും. നമ്മുടെ ഈ മുട്ടപാത്രത്തിൽ ആദ്യം അടയിരിക്കാനായിട്ട് വെക്കുന്ന പാത്രം മണ്ണില്ലാതെയൊക്കെ ആവും. ചില സമയത്ത് അങ്ങനെ ചറകും, കാല് ചറുകിയിട്ട് ഇങ്ങനെ വൈഡായിട്ടും അങ്ങനെ ആവാം. അപ്പൊ ഇത് കാലിൽ വേറെ പ്രശ്നമല്ല, ഈ ഇവിടുത്തെ ബോൺ ചാടിയതാണ്. കാരണം ഭാഗത്തായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുണി, സിമ്പിളാണ്. ഉണ്ടോ കാല് കറക്റ്റായിട്ട് ഇപ്പം പഴയ പൊസിഷനിൽ സാധാരണ പ്രാവിൻ്റെ പൊസിഷനിലായിട്ടുണ്ട്. ഞാനിങ്ങനെ ഈ കാല് ഈ മടക്കും ഈ കാലിൻ്റെ ഇതും ഒരുമിച്ച് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ജസ്റ്റ് ഒരു തുണി തന്നെ എടുക്കണം. വേറെ നൂലോ കാര്യങ്ങളോ ഒന്നും എടുത്ത് ചെയ്യരുത്. തുണി ഇറുകാത്ത ലെവലിൽ ഈ തുണി എടുക്കുക, അടിയിൽ കൂടെ എടുക്കുക. ഇങ്ങനെ അടിയിൽ കൂടെ എടുത്ത്, കണ്ടോ, അടിയിൽ കൂടെ എടുത്ത് ഇതിനകത്തൂടെ ഇങ്ങനെ എടുക്കുക. അപ്പോൾ കാര്യം ഉണ്ടോ, കാണിച്ചു കൊടുക്കാം, മുകളിൽ നിന്ന് കാണിച്ചു കൊടുക്കാം. മുകളിൽ ഇങ്ങനെ ആയിട്ടുണ്ട് കാര്യം. നമ്മൾ പഴയ പൊസിഷനിൽ കാലായിട്ടുണ്ട്. എന്നിട്ട് ഇത് അടുത്ത കാലിനെ നമ്മളിപ്പോൾ എന്ത് ചെയ്യാം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത ഒരു കാലിനെ അതേപോലെ തൊട്ടടുത്തായിട്ട് കൊണ്ടുവന്ന് വീതിക്ക് തന്നെ എടുത്ത് അതിനകത്തൂടെ കറക്കിയെടുക്കുക. കണ്ടോ, ഇപ്പൊ ഏകദേശം രണ്ട് കാലും ഒരുപോലെ ആയിട്ടുണ്ട്. കാണിച്ചു കൊടുത്തേ, കണ്ടോ, രണ്ട് കാലും ഒരുപോലെ ആയിട്ടുണ്ട്. അതേപോലെ അതായത് ഇങ്ങനെ ചുറ്റി എടുത്തിട്ട് പിന്നെ ഇതിനകത്തൂടെ കയറ്റി പുറത്തൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മാക്സിമം വൈഡ് ആവാതെ തന്നെ ചുറ്റിയെടുക്കണം. വീതിക്ക് തന്നെ ചുറ്റിയെടുക്കണം. വീതി എന്ന് വെച്ചാൽ ഈ വീതിയാണ് ഉദ്ദേശിക്കുന്നത്, ചുറ്റിയെടുത്ത്. ഇനി നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. നേരത്തെ ആദ്യം നമ്മൾ ചുറ്റിയ കുറുക്കി കൂടെ എടുത്തിട്ടുണ്ട്. ആദ്യം ചുറ്റിയ കാലിൻ്റെ അകത്തൂടെ എടുക്കാം. ഇങ്ങനെ വേണ്ട, ഈ അകത്തൂടെ വെളിയിലെടുക്കണം. മനസ്സിലായോ? അകത്തൂടെ എടുക്കുമ്പോൾ ഇവിടെ ഈ മടക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഈ ജോയിന്റ് ഓക്കെ. ഇനി നമ്മുടെ ഈ കാലിൻ്റെ ഈ ജോയിന്റ് ഉണ്ട്, ഇവിടെ കൂടെ വരണം. കണ്ടോ? എന്നിട്ട് ഇത് വഴി എടുക്കണം. അപ്പം രണ്ട് ജോയിന്റ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്, 1 2. എന്നിട്ട് വീണ്ടും അതിനെ നമ്മൾ ഇത് വഴി കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഒരിടത്ത്
ഇതൊന്ന് കെട്ടി നിർത്താം. മാക്സിമം ഇതിനകത്തൂടെ എടുക്കുന്നതാണ് നല്ലത്. ഇത് 3 ദിവസം വരെ മാത്രം തന്നെ ഇങ്ങനെ ചെയ്യും. 3 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഇതിനെ ഒന്ന് അഴിച്ച് റിലീസ് ചെയ്ത് 1.5 മണിക്കൂർ നമ്മളെ കയ്യിലൊക്കെ എടുത്തൊന്ന് ക്ലിയർ ചെയ്തിട്ട് വീണ്ടും ഇതേപോലെ തന്നെ കെട്ടണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഇപ്പുറത്തൂടെ. ഇനി കെട്ടിനടുത്താണ് ഇവനാണെങ്കിൽ ഇങ്ങനെ നമ്മൾ എപ്പോഴും ഞാൻ ഇതിനെ ഈ കാലിങ്ങനെ കണ്ടു, പക്ഷെ എന്ന് ഞാൻ നോക്കിയിട്ട് ഇതിനൊന്ന് കുറച്ചെങ്കിലും ഒന്ന് വളർന്നെങ്കിൽ നമുക്ക് എടുത്ത് സെറ്റ് ചെയ്യാന്നുള്ളൊരു ഇതുപോലെ കെട്ടിയൊക്കെ സെറ്റ് ചെയ്യാന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ വളർന്ന് കിട്ടണ്ടേ. ഇപ്പോ കണ്ടോ നമ്മളെ കാല് ഒക്കെ സാധാരണ രീതിയിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഒന്നും നിൽക്കില്ല, നടത്താനും പാടില്ല. എന്നാൽ കാലിന് ചെറിയ ഒരു ഇത് വേണം. ഇത് കണ്ടോ നമ്മൾ കാലിൻ്റെ പൊസിഷന് കറക്റ്റായിട്ട് വച്ചിട്ടുണ്ടോ നോക്കൂ. കണ്ടോ ഈ കാലാണ് പ്രശ്നമുള്ളത്. പിന്നെ നമ്മൾ മടക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ആ കാലിൻ്റെ സപ്പോർട്ടിൽ ഇത് ഇങ്ങോട്ട് പോകില്ല, വൈഡായിട്ട് പോകില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കാലിൻ്റെ ആ ഒരു ബെൻഡ് ഞാനിപ്പോൾ വേണ്ട കെട്ടി ഒതുക്കി നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ കെട്ട് ഈ കാലാണ് ബെൻഡുള്ളത്. അപ്പോൾ ഈ കെട്ട് കുറുക്കിൽ കൂടെ കറക്കി ഈ കാലിൽ 2 വൈഡാവാതിരിക്കാനാണ്ട് ഈ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാലിൽ മടക്കി അതേപോലെ മടക്കി വെച്ച് കെട്ടിയിട്ടുണ്ട്. ഓവറായിട്ട് ഇറുക്കരുത്, ഇറുകാതെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നാൽ അഴിഞ്ഞ് പോവുകയും ചെയ്യരുത്. അപ്പോൾ ഫ്രീ ആയിട്ട് നമ്മൾ ആദ്യം ഒരു കെട്ടിട്ടിട്ടാണ് ഇത് ചുറ്റി ഇതുമായിട്ട് ചുറ്റിയിട്ട് ഇങ്ങനെ കറക്കി ഈ പിന്നെ ഈ ഷോൾഡറിനകത്തൂടെ ഇവിടെ കയറ്റി കറക്കി ഈ കാലിനകത്തൂടെ എടുത്തിട്ടാണ് കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തായാലും ഈ കാലുകൾ തമ്മിൽ വൈഡായിട്ട് പോകില്ല. അപ്പോൾ ഇതൊന്ന് മടങ്ങി സെറ്റ് ആവാനായിട്ട് ഇതിനകത്തൂടെയാണ് ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ കാലിനകത്തൂടെ എടുത്ത് റിട്ടേൺ എടുത്ത് കെട്ടിയിട്ടുണ്ട്. കണ്ടോ ഈ ഒരു കാല് കറക്റ്റ് പൊസിഷനിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സാധാരണ പ്രാവിൻ്റെ കാല് പോലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് തീർന്നില്ല, ഇനിയാണ് മെയിനായിട്ടുള്ള സെറ്റപ്പ് ചെയ്യാനുള്ളത്. പ്രാവിനെ ഇതുപോലെ ആക്കിയിട്ട് ഇതുപോലെ ഒരു തുണി എടുക്കുക. തുണി ഒരു ത്രികോണ മോഡലിൽ കട്ട് ചെയ്യുക. ഇവിടെ 2 കാലിനായിട്ട് 2 ഹോള്, ഇത് വാല് പുറത്തെടുക്കാൻ, ഇത് തല പുറത്തെടുക്കാൻ. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു ഹോൾ ഇടുക. അത് ഞാൻ ഇപ്പോൾ വഴിയെ കാണിച്ചു തരാം. എടുത്തു, 2ാമത്തെ കാലും എടുത്തു. ഓക്കെ, ഇന്ന് കിടന്നോളാം ഊട്ടപ്പാൽ. എൻ്റെ കാല് റെഡിയാക്കി തരാനല്ലേ. ഇപ്പം തിരിഞ്ഞല്ലേ, ഇങ്ങനെയാണ്. ഇങ്ങനെയാണ്. സെറ്റായല്ലോ. ഉടുപ്പിട്ട് കൊടുക്കാം, ഉടുപ്പ്. ഇപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ട്. എന്താ കാല് വാല് തല ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ ചെറിയ ഇടയ്ക്കൂടെ എടുക്കാം. ഇത് അതുകൊണ്ട് ആ ത്രികോണമായിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് 2 ചെറിയ ഇടയ്ക്ക് എടുക്കാം. ഓക്കെ, ഇതായിട്ടുണ്ട്. ഇതായിട്ടുണ്ട്. തുണി നല്ല ഏറത്തക്ക ലെവലുള്ള തുണി തന്നെ നമ്മൾ ഇതിന് വേണ്ടി എടുക്കുന്നത് കേട്ടോ. ഇനിയാണ് നമ്മളെ പരിപാടി.
വേസ്റ്റൊക്കെ പോകാനായിട്ട്. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്, അവിടെ വേറെ തുണി എടുക്കുക, ഇതിനകത്ത് ഇട്ടുക, ജസ്റ്റ് ഒന്ന് ഒരു കെട്ടിടാം. ഓക്കെ, അതൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ എപ്പോഴും ഫ്രണ്ട് ഉയർന്ന് നിൽക്കത്തക്ക ലെവലിലേക്ക് കെട്ടാവും. ഇത് ബാക്കി ഭാഗങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു കെട്ടിട ഇനി റെസ്റ്റ് ചെയ്യാനായിട്ടാണ്. കാല് ജസ്റ്റ് ഒന്ന് തട്ടിച്ച് വെച്ചിട്ട് നമ്മളിതിനെ ഉണ്ടാക്കുക. ഇങ്ങനെ ഉണ്ട തീറ്റ എഴുതി കൊടുക്കുന്നതാണ്. ഇത് ഈ ഒരു സെറ്റപ്പിൽ ഇതിൻ്റെ ഫുള്ള് ബോഡി വെയിറ്റ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ തുണിയിൽ, അതായത് കുഞ്ഞു മക്കളെയൊക്കെ നമ്മൾ ഇങ്ങനെ തൊട്ടിൽ കിടത്തുമ്പോൾ ഇവിടെ ഒന്നും ഇറവാൻ പാടില്ല. കൊക്കറൊക്കെ ഫ്രീ ആയിരിക്കണം. ഞാനത് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇവിടെ കണ്ട കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. കെട്ട് അഴിഞ്ഞു പോകാതെ എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഒരു വടി ഇതിൻ്റെ കാലിൽ ഇങ്ങനെ പിടിപ്പിക്കുക. ജസ്റ്റ് കണ്ടോ, ഇത് കുറച്ചുകൂടി ഒന്ന് കനമുള്ളത്, കാരണം ഇത് മാത്രമേ കിട്ടാൻ പാടുള്ളൂ. ഇനി ഒരു ഇറിറ്റേഷൻ, ചെറിയൊരു ഇറിറ്റേഷൻ തോന്നുന്നുണ്ടാണ്. അപ്പോൾ എങ്കിലും ഈ വിരലുകൾ ഇങ്ങനെ ഇതായി കിടന്നതുകൊണ്ട് ചെറിയൊരു ഇത് കാണാൻ. അല്ലെങ്കിൽ താഴത്ത് നല്ല പ്രതലത്തിൽ തറ അള്ളത്തക്ക ലെവലിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കെട്ടി തൂക്കിയിടുക. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഈ ഒരു കാലുകൊണ്ട് അത് ഒരു ടെൻഡൻസി കാണിക്കണം. ഉണ്ടോ? അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഇതുപോലെ കെട്ടി കറക്റ്റ് ചെയ്ത് ആ നെറ്റിൽ തന്നെ ഒന്ന് ചവിട്ടി ബാലൻസ് ചെയ്ത് നിൽക്കത്തക്ക ഒരു ലെവലിൽ വെച്ചിട്ടുണ്ട്. വേറെ കുഴപ്പമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് നോക്കും, വേറെ പ്രശ്നമില്ല. അങ്ങനെ നോക്കാണ്ട് ഇങ്ങനെ ഇട്ടിട്ട് പോകാനും പാടില്ല. അപ്പോൾ ഇതിനകത്ത് വെക്കേണ്ട മെയിനായിട്ട് ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്താകുമ്പോൾ അതിൻ്റെ തള്ള തീറ്റ കൊടുക്കും, അതിന് കറക്റ്റായിട്ട് ഫുഡൊക്കെ കൊടുക്കും. അതുകൊണ്ടാണ് ഹാൻഡ് ഫീഡ് ചെയ്ത് മാറ്റി വെച്ചാലും പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു ഫുഡ് അതിൻ്റെ പേരൻ്റ് തന്നെ ഫുഡ് കൊടുക്കുമ്പോഴത്തേക്കും അത് കറക്റ്റ് ആക്റ്റീവായിട്ട് നല്ലൊരു ഇത് കാണിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ അത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫുൾ ടൈം നമ്മളിങ്ങനെ കെട്ടിയിടൂല, കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും റിലീസ് ചെയ്ത് അതൊക്കെ അങ്ങോട്ട് മാറ്റി പാത്രത്തിലോട്ട് ആക്കിയിരുത്തും. അപ്പോൾ തൽക്കാലം നമ്മളിപ്പോൾ ചെയ്തതുകൊണ്ട് ഒരു കുറച്ച് നേരം ഒരു 1-2 മണിക്കൂർ അങ്ങനെ വേറെ പ്രശ്നമില്ല. അത് ഹോൾഡായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. തൂക്കിയിട്ടിരിക്കുമ്പോഴല്ല, കാല് കറക്റ്റായിട്ട് കുറച്ച് ടച്ച് ചെയ്ത് ചവിട്ടിയിരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഒരുപാട് ചില ലോഫ്റ്റിലൊക്കെ ഇത്തരത്തിലുള്ള കാലുകൾ വൈഡായിട്ടോ അല്ലെങ്കിൽ നെറ്റിലോ അല്ലെങ്കിൽ ഉടയ്ക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ചിലപ്പം തടിയിലൊക്കെ ചിറകി വൈഡായിട്ട് കാല് ഒരു ബോൾ ചാടിയിട്ട് ഇങ്ങനെ ആവാറുണ്ട്.
ഉടനെ നമുക്ക് തീരെ കുഞ്ഞായിരിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം അല്പം തൂവലൊക്കെ വന്ന് കുറച്ച് ആരോഗ്യമുള്ള ഒരു സ്റ്റേജിലോട്ടായി. അപ്പോൾ ഇനി നമുക്കത് അങ്ങനെ ചെയ്യണം. ഇനി ഇതിൽ കൂടുതൽ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സെറ്റ് ചെയ്തെടുക്കാനും പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം എല്ലാം റെഡിയായി വരില്ല. ആ ബോൾ ചാടിയിട്ടുള്ളതാണെങ്കിൽ നമ്മളിങ്ങനെ ആ കാലിൻ്റെ ഭാഗത്ത് ഇറങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പൊന്തി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കയ്യിൽ തട്ടുകയും ചെയ്യും. അപ്പോൾ അവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കറക്റ്റ് പൊസിഷനിലോട്ട് കാല് കൊണ്ടുവരുമ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് ലോക്ക് കറക്റ്റ് ആവും. അതിനുശേഷം നമ്മളിത് ചെയ്യാം. അല്ലാതെ എങ്ങനെയെങ്കിലും പിടിച്ചു വെച്ച് ചെയ്യരുത്. മാക്സിമം അത് തടവി നോക്കുക. അപ്പോഴത്തേക്ക് നമുക്കത് കാലിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരിടത്ത് മാത്രം ഒരു കാലിൻ്റെ രണ്ടാമത്തെ ജോയിൻറ്റിൽ ഒരു അവിടെ ബഡ്ജായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കയ്യിൽ തട്ടും, തടവി നോക്കും. അപ്പോൾ അതിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ പിടിച്ച് നൂത്ത് കറക്റ്റ് പൊസിഷനിൽ വെച്ച് മടക്കുമ്പോഴത്തേക്ക് അത് ആ ബോൾ ഉള്ളിൽ പോകും. അതിനുശേഷം നല്ലൊരു കോട്ടൺ തുണിയെടുത്ത് നൈസായിട്ടൊന്ന് കെട്ടിയിട്ട് അപ്പുറത്തെ കാലിൽ ജോയിൻറ്റ് ചെയ്ത് കുറുകി കൂടെ റിട്ടേൺ എടുത്ത് കെട്ടുക. എന്നിട്ട് ഇതേപോലെ ഞാനൊരു ത്രികോണം പോലെ ഒരു തുണി കാലും തലയും വാലും ആ ഭാഗം കറക്റ്റ് ചെയ്ത് ഒരു എയിമിൽ കട്ട് ചെയ്ത് അതിനകത്തോട്ട് കയറ്റിയിട്ട് തൂക്കി ഇടുക. അപ്പോൾ ഫ്രണ്ട് കുനിഞ്ഞു പോവാതെ എപ്പോഴും ശ്രദ്ധിക്കുക. സാധാരണ പ്രാവ് നിൽക്കുമ്പോൾ തന്നെ നിർത്തുക. കറക്റ്റായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് നോക്കുകയും ചെയ്യുക. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ റിലീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ലൈൻ ഈ പ്രാവുകളൊക്കെ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ആയിട്ട് കഴിഞ്ഞാൽ മാക്സിമം ശ്രമിക്കുക. അവർക്കൊരു നമ്മളെ കൊണ്ട് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുന്ന ലെവലിലുള്ള മാക്സിമം ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.